നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ 2020-2024 ബിടെക് ബാച്ചുകളുടെയും 2022-2024 MBA ബാച്ചിന്റെയും മെറിറ്റ് ആൻഡ് ഫെയർവെൽ ഡേ കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. കട്ടപ്പന DEO ഓഫീസിലെ അഴിമതികളെക്കുറിച്ച് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് KSU ഇടുക്കി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന DEO ഓഫീസ് ഉപരോധിച്ചു. ആലപ്പുഴ മധുര സംസ്ഥാന പാത കടന്നുപോകുന്ന കമ്പകക്കാനത്ത് രാത്രിയുടെ മറവിൽ ജൈവ അജൈവ മാലിന്യങ്ങൾ തള്ളുന്നത് തടയാൻ നടപടികളില്ല. ഇതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് ജേക്കബ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ണപ്പുറം പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ സമരത്തിന് ഒരുങ്ങുകയാണ്. അടിമാലി 200 ഏക്കറിന് സമീപം 3/4 ഏക്കറിൽ വെട്ടുകിളി ശല്യം രൂക്ഷമെന്ന പരാതി. തടത്തിൽ വർഗീസിന്റെ കൃഷിയിടത്തിലാണ് വെട്ടുകിളി കൂട്ടത്തോടെ എത്തി കൃഷി നശിപ്പിക്കുന്നത്. ഉടുമ്പന്നൂർ സെന്റ് ജോർജ് ഹൈസ്കൂളിൽ PN പണിക്കർ അനുസ്മരണവും വായനാവാര ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. തൊണ്ടിക്കുഴ ഗവൺമെന്റ് LP സ്കൂളിലെ മുൻ പ്രധാനാധ്യാപകനും സാംസ്കാരിക പ്രവർത്തകനും പ്രഭാഷകനുമായ രാജൻ ചിറപ്പുറത്ത് വായനാവാരം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ 2020-2024 ബിടെക് ബാച്ചുകളുടെയും 2022-2024 MBA ബാച്ചിന്റെയും മെറിറ്റ് ആൻഡ് ഫെയർവെൽ ഡേ കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. കോളേജ് മാനേജർ മോൺസിഞ്ഞർ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നിറ്റ ജലാറ്റിൻ ഡയറക്ടർ E നന്ദകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ 2020-2024 ബിടെക് ബാച്ചുകളുടെയും 2022-2024 MBA ബാച്ചിന്റെയും മെറിറ്റ് ആൻഡ് ഫെയർവെൽ ഡേ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു. കോളേജ് മാനേജർ മോൺസിഞ്ഞർ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നിറ്റ ജലാറ്റിൻ ഡയറക്ടർ E നന്ദകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. I'm here because I'm involved in certain student development activities today. What I'm doing after retirement is basically skill development of children. We have selected the school toppers from 30 government schools and is doing their skill development, and I've been involved with the top bracket as well as the bottom bracket of the students. In Ernakulam we have 30 centers. So what I have learned is never to give advice, because I know because advice will not be taken in the right spirit. So I don't attempt to give you advice at this stage, but definitely I can give you few observations, what I have seen people failing and people succeeding, what is common in them. And as you start your journey, and as this is a memorable day, it should not be a memorable day just because you have got the degree. It should be a memorable day because you leave this hall. Director Reverend Dr. Paul Parathalam, Principal Dr. KK Ranjan, Vice Principal Somi B. Matthew, PTA Vice President Francis George, Students Council Chairman Jishnu Baiju എന്നിവർ പ്രസംഗിച്ചു. വിവിധ എഞ്ചിനീയറിംഗ് MBA വിഭാഗങ്ങളിലായി 344 വിദ്യാർത്ഥികളാണ് ഈ വർഷം പഠനം പൂർത്തീകരിച്ചത്. ക്യാമ്പസ് റിക്രൂട്ട്മെന്റിലൂടെ 200-ൽ പരം വിദ്യാർത്ഥികൾക്ക് വിവിധ കമ്പനികളിലായി ജോലി ലഭിച്ചു കഴിഞ്ഞു. കൂടാതെ ഈ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ വിവിധ കമ്പനികളിലായി 350 പ്ലേസ്മെന്റ് ഓഫറുകളും ലഭിച്ചിട്ടുണ്ട്. ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റിനുള്ള ഫാദർ തോമസ് മല്ലഗുഡി എൻഡോമെന്റ് അവാർഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ നിവ്യ വിനീതിന് കോളേജ് മാനേജർ ചടങ്ങിൽ സമ്മാനിച്ചു. ഓരോ ബ്രാഞ്ചുകളിലും മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ഫാദർ ജോസഫ് പുത്തൻകുളം മെമ്മോറിയൽ അവാർഡും മാത്തമാറ്റിക്സിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥിക്കുള്ള പ്രൊഫസർ ആൻ നീത സാബു എൻഡോമെന്റ് അവാർഡും മെക്കാനിക്കൽ വിദ്യാർത്ഥികൾക്കായുള്ള മുരളി കൃഷ്ണ അവാർഡും ഓരോ ബ്രാഞ്ചുകളിലെയും ബെസ്റ്റ് പ്രോജക്റ്റുകൾക്ക്
പൂർവ്വ വിദ്യാർത്ഥികൾ സ്പോൺസർ ചെയ്യുന്ന അവാർഡുകളും ചടങ്ങിൽ വെച്ച് നൽകി. കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പഠനം പൂർത്തീകരിച്ച മുഴുവൻ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും പങ്കെടുത്തു. ATV സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ ദേശീയ തലത്തിൽ 8ാം സ്ഥാനം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ പ്രത്യേകം അവാർഡുകൾ നൽകി ആദരിച്ചു. Anthony Thomas, Akash Reddy, Asif Nasir, Ashwin F, Devika F, George K. ന്യൂസ് ബ്യൂറോ, വാഴക്കുളം. മാങ്കുളം വിരിഞ്ഞപാറ മേഖലയിൽ കാട്ടാനശീലത്തിൽ പൊറുതിമുട്ടി പ്രദേശവാസികൾ. സ്ഥിരമായി ജനവാസ മേഖലയിലെത്തുന്ന കാട്ടാനകൾ വ്യാപക കൃഷിനാശമാണ് വരുത്തുന്നത്. രാത്രികാലത്ത് ആളുകൾ പുറത്തിറങ്ങാൻ ഭയക്കുന്ന സ്ഥിതിയുണ്ട്. വനംവകുപ്പിന്റെ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡാണ് വിരിഞ്ഞപാറ. കഴിഞ്ഞ ഏതാനും നാളുകളായി ഇവിടെ കാട്ടാനശല്യം അതിരൂക്ഷമാണ്. പ്രദേശത്ത് നിരവധിയായ കർഷകർ താമസിച്ചു വരുന്നു. കാടിറങ്ങുന്ന കാട്ടാനകൾ വ്യാപക കൃഷിനാശമാണ് പ്രദേശത്ത് വരുത്തുന്നത്. കൂട്ടമായാണ് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നതെന്നും വീടുകൾക്കരികിൽ വരെ എത്തുന്ന കാട്ടാനകളെ ഭയന്നാണ് തങ്ങൾ കഴിഞ്ഞുകൂടുന്നതെന്നും പ്രദേശവാസിയായ ഷിജു പോൾ പറയുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ ഒരു 100ഓളം കുടുംബക്കാർ പരിസര പ്രദേശങ്ങളിലായിട്ട് താമസിക്കുന്നുണ്ട്. ഒരു ദിവസം പോലും ആനയെ പേടിക്കാതെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് ഇച്ചിരി സന്ധ്യ കഴിഞ്ഞ് പണി കഴിഞ്ഞ് വീട്ടിലേക്ക് വരാൻ പേടിയാവുക. ഇപ്പം നടന്നു വരുന്ന വഴിക്ക് ആനയുടെ കാച്ചുവട്ടിലേക്കാണ് വരുന്നതെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത്ര ഒരു ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സോളാർ ഫെൻസിങ് ഉണ്ട് നിലവിൽ. അത് തകരാറിലായി പോയതാണ് ഇപ്പോൾ നിലവിൽ ഞങ്ങൾക്ക് ഇത്ര ആനശല്യം ഉണ്ടാകാൻ കാരണം. അവരൊന്ന് നന്നാക്കാൻ കൂട്ടാക്കുന്നില്ല. പിന്നെ ഇതിപ്പം വീടിൻ്റെ പുറകുവശത്ത് ഈ മുറ്റത്തോടെ എല്ലാം വന്ന് ആന മുറ്റത്തോടെ വന്നു തിരക്കകത്ത് കിടക്കാൻ വരെ പേടിയാവുക. വീട് തള്ളുന്ന സ്വഭാവമുള്ള ആനയാണെങ്കിൽ എന്ത് ചെയ്യും? വീട്ടിൽ കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്കായി. ഇതിനോടകം നിരവധിയായ കർഷകരുടെ കൃഷിയിടങ്ങളിലെത്തി കാട്ടാനകൾ വാഴയും ഏലവും അടക്കമുള്ള കൃഷിവിളകൾ നശിപ്പിച്ചു കഴിഞ്ഞു. വലിയ നഷ്ടമാണ് കർഷകർക്ക് സംഭവിച്ചിട്ടുള്ളത്. ഒരു കൃഷിയിടം ഒഴിയുമ്പോൾ മറ്റൊരു കൃഷിയിടം എന്ന രീതിയിൽ കാട്ടാനകൾ സ്വൈര്യവിഹാരം നടത്തുകയാണ്. രാത്രികാലത്ത് ആളുകൾ ഭയപ്പാടോടെയാണ് പുറത്തിറങ്ങുന്നത്. വീടുകൾക്ക് നേരെ കാട്ടാനകളുടെ ആക്രമണം ഉണ്ടായാൽ അത് വലിയ അപകടത്തിന് ഇടവരുത്തും. വർഷങ്ങൾക്ക് മുമ്പ് പ്രദേശത്ത് സ്ഥാപിച്ച വൈദ്യുതി വേലിയുടെ പ്രവർത്തനം കാര്യക്ഷമമല്ലാത്തതാണ് കാട്ടാനശല്യം വർദ്ധിക്കാൻ കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ കാട്ടാനശല്യം കുറയ്ക്കാമെന്നും കർഷകർ പറഞ്ഞു. ഉണ്ടായ നഷ്ടങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യവും കർഷകർ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, മാങ്കുളം. കട്ടപ്പന DEO ഓഫീസിലെ അഴിമതികളെ കുറിച്ച് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് KSU ഇടുക്കി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന DEO ഓഫീസ് ഉപരോധിച്ചു. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി മാഹിൻ മൂപ്പതിൽച്ചിറ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അധ്യാപികയുടെ അപമര്യാദയെ പെരുമാറിയ കട്ടപ്പന DEOയ്ക്ക് എതിരെ നടപടി സ്വീകരിക്കുക, DEO ഓഫീസിലെ ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിക്കുക, അധ്യാപകരുടെ അപ്പോയിന്റ്മെന്റ് തടഞ്ഞുവെക്കുന്ന സമീപനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KSU ഇടുക്കി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DEO ഓഫീസ് ഉപരോധം സംഘടിപ്പിച്ചത്. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി മാഹിൻ മൂപ്പതിൽച്ചിറ ധർണ ഉദ്ഘാടനം ചെയ്തു. മുഴുവൻ മേഖലകളിലും അഴിമതിയും സ്വജനപക്ഷപാതവും ഇത്തരത്തിലുള്ള നിയമന നിരോധനവും ഒക്കെ നടത്തിവരുന്നത് നമുക്ക് കേരളം മുഴുവൻ കാണാൻ കഴിയും. കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വായിക്കുകയുണ്ടായി, 14 ജില്ലകളിലും കുട്ടികൾ ഉച്ചക്കഞ്ഞി കൊടുക്കുവാൻ പൈസ ഇല്ലാതിരിക്കുന്ന ഈ സമയത്ത് 14 ജില്ലാ ഓഫീസുകളിലും കാറ് വാങ്ങുവാൻ പൈസ അനുവദിച്ചുകൊണ്ട്, ഏത് പൈസയിൽ നിന്ന് എടുത്തിട്ടാണ്? ഉച്ചക്കഞ്ഞി വാങ്ങുന്ന ഫണ്ടിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് കാറ് വാങ്ങുവാൻ ഉത്തരവിറക്കിയിരിക്കുന്നു. നമ്മളോടെല്ലാം പിണറായി വിജയനും ശിവൻകുട്ടിയും ഒക്കെ പറയും, നമുക്ക് സാമ്പത്തിക ഞെരുക്കമുണ്ട്, മുണ്ട് മുറുക്കി കൊടുത്ത് നമ്മൾ ഗവൺമെന്റിനോട് സഹകരിക്കണമെന്ന് പറയുമ്പോൾ ഇപ്പുറത്തുകൂടി ഈ ഗവൺമെന്റ് ചെയ്യുന്നത്, ഈ വകുപ്പ് ചെയ്യുന്നത് കുട്ടികളുടെ ഉച്ചക്കഞ്ഞിയിൽ കൈയിട്ട് വാരുന്ന പ്രവണതയാണ്. 14 ജില്ലകളിലും ഉത്തരവായി ഒരു കാറ് വാങ്ങാൻ പോവുകയാണ്. എന്തിനാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് ഇങ്ങനെ കാറുകൾ കയറി നടക്കുവാൻ ഈ ഉദ്യോഗസ്ഥർക്ക് എന്താണ് ഇത്ര പിടിപ്പത് ജോലിയെന്ന് കേരള വിദ്യാർത്ഥി യൂണിയന് മനസ്സിലായിട്ടില്ല. അധ്യാപകർക്കുൾപ്പെടെ അവരുടെ
അതുപോലെ തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ വന്നൊരു വാർത്തയാണ്, ഏതാണ്ട് 500-ലധികം വരുന്ന അധ്യാപകർ അവർക്ക് പ്രഥമ അധ്യാപക പോസ്റ്റ് DO ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. സമരത്തിന്റെ രൂപം മാറും. തൊട്ടതിലെല്ലാം അഴിമതിയാണ്. ധർണ സമരത്തിൽ KSU നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോൺസൺ ജോയ് അധ്യക്ഷനായിരുന്നു. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിതിൻ ഉപ്പുമാക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് ഗുണശേഖരൻ രാജൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സിബി മാത്യു, ടിനിമോൻ ദേവസ്യ, റോബിൻ ജോർജ്, അഡ്വക്കേറ്റ് ആനന്ദ് കൃഷ്ണൻ MM, സൂര്യ CS, ഡെബിൻ ബിജു, അഭിലാഷ് വാലുമേൽ, തോമസ് സിബി, അനിൽമോൻ സെബാസ്റ്റ്യൻ, ജസ്റ്റിൻ ജോർജ് എന്നിവർ പ്രസംഗിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അലൻ സി മനോജ്, എബിൻ എബ്രഹാം തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ആലപ്പുഴ മുതൽ സംസ്ഥാന പാത കടന്നുപോകുന്ന കമ്പകക്കാനത്ത് രാത്രിയുടെ മറവിൽ ജൈവ അജൈവ മാലിന്യങ്ങൾ തള്ളുന്നത് തടയാൻ നടപടികളില്ല. ഇതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് ജേക്കബ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ണപ്പുറം പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ സമരത്തിന് ഒരുങ്ങുകയാണ്. വണ്ണപ്പുറം ചേലച്ചൂട് റോഡിൽ കമ്പകക്കാനത്താണ് അറവ് മാലിന്യങ്ങളും ആശുപത്രി മാലിന്യങ്ങളും ഉൾപ്പെടെ രാത്രിയുടെ മറവിൽ തള്ളുന്നത്. ഇതുമൂലം പ്രദേശത്തുകൂടി വാഹനത്തിൽ പോലും കടന്നു പോകാൻ സാധിക്കാത്ത സാഹചര്യമാണ്. വണ്ണപ്പുറം പഞ്ചായത്തിന്റെ പരിധിയിൽപ്പെടുന്ന മേഖലയാണ് കമ്പകക്കാനം. ഏറെ പ്രകൃതി സുന്ദരമായ പ്രദേശമാണ് ഇവിടം. ഇടുക്കിയിലേക്ക് കടന്നു വരുന്ന സഞ്ചാരികൾ ബഹുഭൂരിപക്ഷവും ഈ പ്രദേശത്ത് വന്ന് വാഹനം നിർത്തി കാഴ്ചകൾ ആസ്വദിച്ചാണ് യാത്ര തുടരുന്നത്. എന്നാൽ അറവ് മാലിന്യങ്ങൾ ചീഞ്ഞ് പ്രദേശം മുഴുവനും ദുർഗന്ധം വമിച്ചതോടെ ഇതുവഴി വാഹനത്തിൽ പോലും കടന്നു പോകാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത്. മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത ആരോഗ്യവകുപ്പിനും പഞ്ചായത്തിനുമെതിരെ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് ഇടുക്കി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് സാം ജോർജ് പറഞ്ഞു. ആലപ്പുഴ മധുര സംസ്ഥാന പാതയിൽ കമ്പകക്കാനം എന്ന സ്ഥലത്ത് മാലിന്യം കൂടിക്കിടക്കുകയാണ്. ഇതിനെതിരെ നിരവധി തവണ പരാതികൾ കൊടുത്തിട്ട് യാതൊരു നിയമനടപടി ഉണ്ടാക്കിയിട്ടില്ല. കേരള കോൺഗ്രസ് ജേക്കബ് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ വണ്ണപ്പുറം പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തിയാണ് പ്രഖ്യാപിച്ചു കൊടുക്കുന്നു. വർഷങ്ങളായി ഈ പ്രദേശത്ത് ഇതര ജില്ലകളിൽ നിന്നും ഉൾപ്പെടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് പതിവാണ്. ജനവാസം കുറവുള്ള മേഖലയായതിനാലും എറണാകുളം ഉൾപ്പെടെയുള്ള പ്രദേശത്ത് നിന്നും ചാക്കിൽ കെട്ടിയ മാലിന്യം കൊണ്ടുവന്ന് പ്രദേശത്തെ മലിനപ്പെടുത്തുകയാണ്. ഇത്തരത്തിൽ മാലിന്യമിട്ട് പ്രദേശത്തെ മലിനപ്പെടുത്തുന്നവർക്കെതിരെ നടപടിയെടുക്കുവാൻ ആരോഗ്യവകുപ്പിനോ പഞ്ചായത്തിനോ സാധിച്ചിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം വണ്ണപ്പുറം പഞ്ചായത്ത് ഓഫീസ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായി മുന്നിട്ടിറങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. അടിമാലി 200 ഏക്കറിന് സമീപം 3/4 ഏക്കറിൽ വെട്ടുകിളി ശല്യം രൂക്ഷമെന്ന പരാതി. തടത്തിൽ വർഗീസിന്റെ കൃഷിയിടത്തിലാണ് വെട്ടുകിളി കൂട്ടത്തോടെ എത്തി കൃഷി നശിപ്പിക്കുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിലാണ് ഇവ കൃഷിയിടത്തിൽ പെരുകിയതെന്ന് വർഗീസ് പറയുന്നു. വാഴ, മുരിക്ക്, കുരുമുളക് ചെടി, ഏലം, കൊക്കോ, പച്ചക്കറികൾ എന്നിവയുടെ ഇലകളാണ് വെട്ടുകിളികൾ തിന്നു തീർത്തത്. സമീപത്തെ കൃഷിയിടങ്ങളിലും ശല്യം രൂക്ഷമാകുകയാണ്. കൃഷിവകുപ്പ് അടിയന്തരമായി ഇടപെട്ട് ഇവയെ നിയന്ത്രിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. കൃഷിയിടത്തിൽ വെട്ടുക്കിളിയുടെ ശല്യം അതിരൂക്ഷമായി മാറിയിരിക്കുകയാണ്. ആയിരക്കണക്കിന് വെട്ടുക്കിളികൾ ഇറങ്ങി കൃഷിവിളകളെല്ലാം തിന്ന് തീർക്കുകയാണ്. പച്ചയായിട്ടുള്ള അല്ലെങ്കിൽ പച്ചിലകൾ മുഴുവനും തിന്നുന്ന ഒരു പറവ ജീവിയാണ് വെട്ടുക്കിളി. അത് കൃഷിയിടത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പച്ചയായിട്ടുള്ളതെല്ലാം തിന്നുന്ന ഒരവസ്ഥയാണ്. ആയിരക്കണക്കിന് വെട്ടുക്കിളികൾ ഇതുപോലെ ഈ കൃഷിയിടത്തിലിറങ്ങി ഒരു പ്രദേശം ആകെ നശിപ്പിച്ചിരിക്കുകയാണ്. കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കൂനുമ്മൽ കുരു എന്ന പോലെയാണ് വെട്ടുക്കിളിയുടെ ആക്രമണം. ഇതിന് കൃഷിവകുപ്പ് അടിയന്തരമായി ഇടപെട്ട് ഈ വെട്ടുക്കിളി ശല്യം നിയന്ത്രിക്കുവാനുള്ള ഇടപെടൽ അടിയന്തരമായി ഉണ്ടാവണമെന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയുവാനുള്ളത്. കൊന്നത്തടി പഞ്ചായത്തിലെ ഇരുമലക്കപ്പ്, തെള്ളിത്തോട് മേഖലകളിലും വെട്ടുകിളി ശല്യം രൂക്ഷമാണ്. വെട്ടുകിളി ശല്യം കൂടുതലിടങ്ങളിലേക്ക് വ്യാപിച്ചാൽ അത് കർഷകർക്ക് പ്രതിസന്ധിയാകും. കനത്ത വേനലിനെ തുടർന്നുണ്ടായ കൃഷിനാശത്തിന് പിന്നാലെ വെട്ടുകിളി ശല്യം കൂടി വിനയാകുമോ എന്ന ആശങ്ക കർഷകർ പങ്കുവച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.
ഇടുക്കി ജില്ലാ വുഷു ചാമ്പ്യൻഷിപ്പ് അടിമാലി ബ്രൂസ്ലി രാജ് മാസ്റ്റർ ജീറ്റ് കുനേദോ അക്കാദമിയിൽ നടന്നു. മത്സരം സ്പോർട്സ് കൗൺസിൽ അംഗം രഞ്ജിത്ത് എം.ആർ ഉദ്ഘാടനം ചെയ്തു. ആയോധന അഭ്യാസ കലയായ വുഷുവിന്റെ ജില്ലാ ചാമ്പ്യൻഷിപ്പാണ് അടിമാലി ബ്രൂസ്ലി രാജ് മാസ്റ്റർ ജീറ്റ് കുനേദോ അക്കാദമിയിൽ നടന്നത്. സബ് ജൂനിയർ വിഭാഗങ്ങളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായുള്ള ചാമ്പ്യൻഷിപ്പാണ് നടന്നത്. ചാമ്പ്യൻഷിപ്പ് സ്പോർട്സ് കൗൺസിൽ അംഗം രഞ്ജിത്ത് എം.ആർ ഉദ്ഘാടനം ചെയ്തു. മത്സരമാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മൾ 100-150 കുട്ടികളാണ് ഇവിടെ വുഷു അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ മത്സരങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ബ്രൂസ്ലി രാജ് മാസ്റ്ററുടെ നേതൃത്വത്തിലും അഭിജിത്തിന്റെ നേതൃത്വത്തിലും മറ്റ് ഇൻസ്ട്രക്ടർമാരായ കട്ടപ്പനയിൽ നിന്നുള്ള ആളുകളുടെ എല്ലാ നേതൃത്വത്തിലാണ് ഇവിടെ ഈ മത്സരം നടക്കുന്നത്. അതിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ മത്സരം ഉദ്ഘാടനം ചെയ്യുകയാണ് നമ്മുടെ ഇടുക്കി ജില്ലാ അസോസിയേഷന്റെ അമച്ചർ മത്സരമാണ് വുഷുവിന്റെ മത്സരം നടക്കുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി വിദ്യാർത്ഥികളാണ് മത്സരത്തിന്റെ ഭാഗമായി പങ്കെടുത്തത്. വിഷു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് രാജ് ജേക്കബ് ചാമ്പ്യൻഷിപ്പിന്റെ ചെയർമാനായിരുന്നു. ജില്ലാ സെക്രട്ടറി അഭിജിത് ശിവൻ മത്സരങ്ങൾ നിയന്ത്രിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി. ഉടുമ്പന്നൂർ സെന്റ് ജോർജ് ഹൈസ്കൂളിൽ PN പണിക്കർ അനുസ്മരണവും വായനാവാര ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. മലയിഞ്ചി ഇടവക വികാരി ഫാദർ ജോർജ് എടത്തല അധ്യക്ഷത വഹിച്ചു. അധ്യാപിക മേഴ്സി ജോൺ സ്വാഗതം ആശംസിച്ചു. തൊണ്ടിക്കുഴ ഗവൺമെന്റ് LP സ്കൂളിലെ മുൻ പ്രധാനാധ്യാപകനും സാംസ്കാരിക പ്രവർത്തകനും പ്രഭാഷകനുമായ രാജൻ ചിറപ്പുറത്ത് വായനാവാരം ഉദ്ഘാടനം ചെയ്യുകയും വായനാദിന പ്രതിജ്ഞ കുട്ടികൾക്ക് ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. ഉടുമ്പന്നൂർ സെന്റ് ജോർജ് ഹൈസ്കൂളിൽ PN പണിക്കർ അനുസ്മരണവും വായനാവാര ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. മലയിഞ്ചി ഇടവക വികാരി ഫാദർ ജോർജ് എടത്തല അധ്യക്ഷത വഹിച്ചു. അധ്യാപിക മേഴ്സി ജോൺ സ്വാഗതം ആശംസിച്ചു. തൊണ്ടിക്കുഴ ഗവൺമെന്റ് LP സ്കൂളിലെ മുൻ പ്രഥമാധ്യാപകനും സാംസ്കാരിക പ്രവർത്തകനും പ്രഭാഷകനുമായ രാജൻ ചിറപ്പുറത്ത് വായനാവാരം ഉദ്ഘാടനം ചെയ്യുകയും വായനാ ദിന പ്രതിജ്ഞ കുട്ടികൾക്ക് ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. സന്തോഷം പോത്തിരുന്നാൽ സത്യമായിരുന്നാൽ പൊട്ടിച്ചിരി ചിരിക്കാൻ പറ്റുന്നില്ല. സന്തോഷം പോട്ടിരുന്ന കൈവിട്ട്, സന്തോഷം പോട്ടിരുന്ന കൈവിട്ട്, സന്തോഷം പോട്ടിരുന്നാൽ സത്യമായിരുന്നാൽ കൈവിട്ട്. ഹിറാ ഗുഹയിൽ തപോലികനായിരുന്ന ഹെഡ്മാസ്റ്റർ പ്രശാന്ത് P. ജെയിംസ്, അധ്യാപക പ്രതിനിധി ബിജു ചെറിയാൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ജീന P. ജോർജ് നന്ദി പറഞ്ഞു. വായനാ ദിനത്തോടനുബന്ധിച്ച് ക്ലാസ് വായനാ മുറികൾ സജ്ജീകരിക്കുകയും എല്ലാ കുട്ടികളും സ്കൂൾ ലൈബ്രറി സന്ദർശിക്കുകയും ചെയ്തു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും വായനാവാര ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. ന്യൂസ് ബ്യൂറോ, ഉടുമ്പന്നൂർ. അന്താരാഷ്ട്ര യോഗാ ദിനാചരണം ജൂൺ 21 ആഘോഷിക്കുമ്പോൾ 4 നൂറ്റാണ്ടിലേറെയായി യോഗ പരിശീലനം നടത്തിവരുന്ന ഒരു യോഗാചാര്യനെ പരിചയപ്പെടാം. ആലക്കോട് സ്വദേശിയും ഇപ്പോൾ വണ്ടമറ്റത്ത് താമസിക്കുന്ന യോഗാചാര്യ പോൾ മടത്തിക്കണ്ടമാണ് ആയിരക്കണക്കിന് ആളുകൾക്ക് യോഗ പരിശീലനം നൽകി ഇപ്പോഴും നിരവധി ആളുകൾക്ക് പരിശീലനം നൽകിയും വരുന്നത്. തൊടുപുഴ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യോഗ ക്ലാസുകൾ നടത്തിയിരുന്ന യോഗാചാര്യ പോൾ മടത്തിക്കണ്ടം ഇപ്പോൾ ന്യൂമാൻ കോളേജിലെ യോഗ സെന്ററിൽ ദിവസവും രാവിലെയും വൈകിട്ടും പരിശീലനം നൽകുന്നുണ്ട്. അന്താരാഷ്ട്ര യോഗാ ദിനാചരണം ജൂൺ 21 ആഘോഷിക്കുമ്പോൾ 4 നൂറ്റാണ്ടിലേറെയായി യോഗ പരിശീലനം നടത്തിവരുന്ന ഒരു യോഗാചാര്യനെ പരിചയപ്പെടാം. ആലക്കോട് സ്വദേശിയും ഇപ്പോൾ വണ്ടമറ്റത്ത് താമസിക്കുന്ന യോഗാചാര്യ പോൾ മടത്തിക്കണ്ടമാണ് ആയിരക്കണക്കിന് ആളുകൾക്ക് യോഗ പരിശീലനം നൽകി ഇപ്പോഴും നിരവധി ആളുകൾക്ക് പരിശീലനം നൽകി വരുന്നത്. വിവിധ യോഗ കോഴ്സുകൾ പഠിച്ച ശേഷമാണ് പരിശീലനം ആരംഭിച്ചത്. തൊടുപുഴയിൽ JN ബസ് കമ്പനിയിലെ ഓഫീസ് ജോലികൾ നിർവഹിച്ചു വരുന്നതിനിടയിലാണ് യോഗയിലേക്ക് തിരിയുന്നത്. പാരലൽ കോളേജ് അധ്യാപകനായി പ്രവർത്തിക്കുമ്പോഴും യോഗ പരിശീലനം തപസ്യയാക്കിയിരുന്നു. പരമ്പരാഗതമായി ആയുർവേദ ചികിത്സയുള്ള കുടുംബാംഗം എന്ന നിലയിൽ മർമ്മവിദ്യകളും പഠിച്ചിരുന്നു. തൊടുപുഴ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യോഗ ക്ലാസുകൾ നടത്തിയിരുന്ന യോഗാചാര്യ പോൾ മടത്തിക്കണ്ടം ഇപ്പോൾ ന്യൂമാൻ കോളേജിലെ യോഗ സെന്ററിൽ ദിവസവും രാവിലെയും വൈകിട്ടും പരിശീലനം നൽകുന്നു. അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ എല്ലാ കശേരങ്ങളും റോൾ ചെയ്യണം. എല്ലാ കാലുകൾ ചേർക്കണം, കൈകൾ ചേർക്കണം. കൈ രണ്ടും മടക്കി കുത്തി നിർത്തണം. അതൊക്കെ വശത്തെ അകത്തി കുത്തണം. കൈ കാലിന്റെ കണ്ണേൽ വലിച്ചു പിടിക്കണം. ശ്വാസം എടുത്തുകൊണ്ട് അരക്കെട്ട് ഉയർത്തണം. അരക്കെട്ട് മാക്സിമം ഉയർത്തുക. അരക്കെട്ടൊക്കെ എന്തുമാത്രം ഉയർത്താമോ ശ്വാസം എടുത്തുകൊണ്ട് അരക്കെട്ട് ഉയർത്തണം. അരക്കെട്ട് ഉയർത്തിയിട്ട് കൈ രണ്ടും അടിയിൽ നിന്ന് സപ്പോർട്ട് കൈ കൊണ്ട് അടുപ്പിച്ച് വെക്കണം.
സപ്പോർട്ട് ബലമായിട്ട് കൊടുക്കണം. കാല് രണ്ടും താഴെ കിടക്കി കുത്തണം. കൂടാതെ മൂവാറ്റുപുഴ നിർമ്മല കോളേജിലും തൊടുപുഴയിലെ വിവിധ സ്കൂളുകളിലും യോഗ പരിശീലനം നടത്തുന്നു. കഴിഞ്ഞ 20 വർഷക്കാലമായി കൊടുവേലി ദേവലോകം റിസോർട്ടിൽ ആയിരക്കണക്കിന് വിദേശികൾക്ക് യോഗ പരിശീലനം നൽകി വരുന്നു. നെയ്യാർ ഡാമിലുള്ള ശിവാനന്ദ യോഗാശ്രമത്തിൽ നിന്നും 1997 യോഗ ശിരോമണിയും 1998 യോഗാചാര്യയും കരസ്ഥമാക്കി. അന്നു മുതൽ ഇന്ന് വരെ യോഗ ജീവിതചര്യയാക്കി യോഗ പരിശീലനവും പ്രചരണവും നടത്തിവരുന്നു. പലരും യോഗ പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും യോഗ ക്ലാസ്സിൽ വരുവാൻ തോന്നാറില്ല. യോഗ പരിശീലിക്കാൻ സാധിക്കുന്നത് ഒരു യോഗമാണെന്നാണ് പോൾ സാർ പറയുന്നത്. ലോകത്ത് എല്ലായിടത്തും ഒരേപോലെ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ദിവസമാണ് ജൂൺ 21. ഈ ജൂൺ 21 അനേകം പ്രത്യേകതകളുണ്ട്. അതാണ് ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനമായി നമ്മൾ ആചരിക്കുന്നത്. അപ്പം യോഗ ചെയ്യുന്നത് കൊണ്ട് അനേകം പ്രയോജനങ്ങളാണ്. ഇത് വാർദ്ധക്യ ലക്ഷണങ്ങളൊക്കെ അപ്രത്യക്ഷമാവും. അതുപോലെ ഉന്മേഷം കിട്ടും, രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കും, നല്ല ഉറക്കം കിട്ടും, മുഴുവൻ ടെൻഷൻസും മാറും, മനസ്സ് ശാന്തമാവും. അതുപോലെ തന്നെ യോഗയിൽ മെഡിറ്റേഷനുണ്ട്. ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ഓർമ്മശക്തി, ബുദ്ധിശക്തി, ഏകാഗ്രത, കാര്യക്ഷമതയൊക്കെ വർദ്ധിക്കും, മനസ്സ് ശാന്തമാവും. അതുകൊണ്ട് ഈ യോഗാ ദിനത്തിൽ 45 മിനിറ്റ് സമയം ഇരുന്ന്, നിന്ന്, കമഴ്ന്ന് കിടന്ന്, മലർന്ന് കിടന്ന് ഒക്കെയുള്ള ആസനങ്ങൾ ചെയ്യും, പ്രാണായാമങ്ങൾ ചെയ്യുന്നുണ്ട്, ഒപ്പം നമ്മൾ മെഡിറ്റേഷനും ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ എല്ലാ വർഷവും ജൂൺ 21 ചെയ്തു വരുന്നു. ഈ വർഷം അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ടെന്നാണ്. യോഗ പരിശീലനം ആഗ്രഹിക്കുന്നവർക്ക് 9400877725 എന്ന നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കലൂർ ഐപ്പ് മെമ്മോറിയൽ ഹൈസ്കൂളിൽ വിപുലമായ പരിപാടികളോടെ വായനാ ദിനം സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപകൻ ഷാബു കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. മലയാളം അധ്യാപകനായ ബിജു വായനാദിന സന്ദേശം നൽകി. കലൂർ ഐപ്പ് മെമ്മോറിയൽ ഹൈസ്കൂളിൽ വിപുലമായ പരിപാടികളോടെ വായനാ ദിനം സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപകൻ ഷാബു കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. പത്രം വായിച്ചു, പാഠ്യപദ്ധതിയിൽ പഠിച്ചു. ഭാവിയുടെ തലമുറയിൽ, നാളെയുടെ നന്മയ്ക്കായി ഈ സ്കൂളിലെ എല്ലാ മിടുക്കന്മാരും മിടുക്കികളും നല്ല പദവികളോടുകൂടി ഈ സ്കൂളിൻ്റെ SSM ഉയർത്തിക്കൊണ്ട് മിടുക്കരായ കാണണമെന്ന് ആശംസിക്കുന്നു. നമസ്കാരം. മലയാളം അധ്യാപകനായ ബിജു വായനാ ദിന സന്ദേശം നൽകി. അധ്യാപകരായ സാജൻ സക്കറിയാസ്, സജി ചെറിയാൻ, ഷാജി തോമസ്, അഷ്ബിൻ മാത്യു, ജോഷി ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു. അതുപോലെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരും വായന കൈമുതലാക്കി ജീവിതം മുന്നോട്ട് നയിക്കുന്ന പല വ്യക്തികളെ കുറിച്ചും ഇന്നത്തെ മനോരമ പത്രത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അത് സർക്കാർ ജോലിക്കാർ, വിശ്രമ ജീവിതത്തിലേക്ക് എത്തിയിട്ടുള്ളവർ. PN പണിക്കരെ സംബന്ധിച്ച് അദ്ദേഹം സനാതന ധർമ്മം എന്ന പേരിൽ അദ്ദേഹത്തിന്റെ ജന്മനാട്ടില് ഒരു വായനശാല ആരംഭിച്ചുകൊണ്ട് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്തെ വിപ്ലവകാരി എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. നീന ജോയ്, സ്മിത ലിജു, ജോയ്മ സെബാസ്റ്റ്യൻ, നൈസി മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി. പോസ്റ്റർ നിർമ്മാണം, വായനാക്കുറിപ്പ് തയ്യാറാക്കൽ, കവിത ചൊല്ലൽ, ലൈബ്രറി സന്ദർശനം തുടങ്ങിയ വിവിധ പരിപാടികൾ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി നടത്തി. പുസ്തകമെന്നൊരു ചങ്ങാതി, ഉത്തമനായൊരു വഴികാട്ടി. പുസ്തകമെന്നൊരു ചങ്ങാതി, ഉത്തമനായൊരു വഴികാട്ടി. വായനാദിനം, ഇന്ന് വായനാദിനം, വായിച്ചു വളരാമീ വായനാദിനം. വിജ്ഞാന സമ്പത്തായ അറിവിന്റെ ലോകത്ത് പുൽനാമ്പുകൾ വിരിയിക്കാം വായനാദിനം. ന്യൂസ് ബ്യൂറോ, കലൂർ. NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ നെല്ലിക്കുഴി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. യൂണിയൻ ഏരിയ പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ റഷീദ സലീം ഉദ്ഘാടനം ചെയ്തു. റംല ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. തൊഴിലുറപ്പ് പദ്ധതി തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം അവസാനിപ്പിക്കുക, തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ നെല്ലിക്കുഴി പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ മാർച്ചും ധർണയും നടത്തി.
യൂണിയൻ ഏരിയ പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ റഷീദ സലീം ഉദ്ഘാടനം ചെയ്തു. ഇത് ജനങ്ങൾക്ക്, തൊഴിലാളികൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭ്യമായിട്ടുള്ള പ്രദേശത്ത്, ലഭ്യമായിട്ടുള്ള സ്ഥലത്ത് പണിയെടുക്കുവാനുള്ള അവകാശം നിഷേധിക്കുന്ന തരത്തിലേക്ക് ഈ പദ്ധതി മാറുകയാണ്. യൂട്ടാഗി സംവിധാനത്തിന്റെ ഭാഗമായി അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ നമ്മൾ മുന്നേ തന്നെ തൊഴിലാളികൾ സമരത്തിന്റെ ഭാഗമായി ഉന്നയിച്ചിട്ടുള്ളതാണ്. നെറ്റ് സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇല്ല എങ്കിൽ അവരുടെ അന്നത്തെ പണിക്കൂലി നഷ്ടപ്പെടുന്ന സാഹചര്യമൊക്കെ നമ്മുടെ മുന്നിലുണ്ട് എന്ന് ഉള്ളപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ കാണാതെ വീണ്ടും ഇത്തരത്തിലുള്ള ഭരണപരിഷ്കാരങ്ങളുമായി കേന്ദ്ര ഗവൺമെന്റ് തൊഴിലുറപ്പ്. റംല ഇബ്രാഹിം അധ്യക്ഷയായി. അരുൺ സി ഗോവിന്ദ് സ്വാഗതവും ആസിയ അലിയാർ നന്ദിയും പറഞ്ഞു. മൃദുല ജനാർദ്ദനൻ, ബിജു മാണി, ഐഷ അലി, സാറ മൊയ്തു എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് വിവിധ ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനം സമർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. നാട്ടിലും വീട്ടിലും പുസ്തക ചെങ്ങാത്തം ഒരുക്കി കാളിയാർ സെന്റ് മേരീസ് LP സ്കൂളിലെ കൊച്ചുകുരുന്നുകൾ. വായനാ ദിനത്തിൽ സ്കൂൾ ഹെഡ്മിസ്റ്റർ സാൽജി ഇമ്മാനുവലിന്റെ നേതൃത്വത്തിൽ കുട്ടികൾ കാളിയാർ പൊതുവായനശാല സന്ദർശിക്കുകയും വായനശാലയിലേക്ക് പുസ്തകങ്ങൾ സംഭാവന നൽകുകയും ചെയ്തു. കാളിയാർ ലൈബ്രറി സെക്രട്ടറി ജോൺ ജെ തോപ്പിൽ കുട്ടികളെ മധുരപലഹാരങ്ങൾ നൽകി സ്വീകരിക്കുകയും വായനാ ദിന സന്ദേശം നൽകി ഈ ദിനത്തെ അവിസ്മരണീയമാക്കുകയും ചെയ്തു. കാളിയാർ സെന്റ് മേരീസ് LP സ്കൂളിൽ വായനാ ദിനം ആചരിച്ചു. വായനാ ദിനത്തിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് സാൽജി എമ്മാനുവലിന്റെ നേതൃത്വത്തിൽ കുട്ടികൾ കാളിയാർ പൊതുവായനശാല സന്ദർശിക്കുകയും വായനശാലയിലേക്ക് പുസ്തകങ്ങൾ സംഭാവന നൽകുകയും ചെയ്തു. കാളിയാർ ലൈബ്രറി സെക്രട്ടറി ജോൺ ജെ തോപ്പിൽ കുട്ടികളെ മധുര പലഹാരങ്ങൾ നൽകി സ്വീകരിക്കുകയും വായനാ ദിന സന്ദേശം നൽകുകയും ചെയ്തു. കൂടാതെ കാളിയാർ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ മുൻ വർഷങ്ങളിൽ സ്കൂളിൽ നിന്നും തന്നെ സ്ഥാപിച്ച ലൈബ്രറി പുനരുദ്ധരിക്കുകയും അവിടെ വായനയ്ക്കായി കുട്ടികൾ ധാരാളം പുസ്തകങ്ങൾ ശേഖരിച്ചു നൽകുകയും ചെയ്തു. തുടർന്ന് ഈ വർഷത്തെ പുതുമയാർന്ന പ്രവർത്തനമായി തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ വായനപുരയ്ക്കും തുടക്കം കുറിച്ചു. ഇതിനു മുന്നോടിയായി സ്കൂൾ ഹെഡ്മിസ്ട്രസ് സാൽജി എമ്മാനുവൽ സ്കൂളിലെ ഒരു കുട്ടിയുടെ ഭവനം സന്ദർശിച്ച് വീട്ടിൽ ലൈബ്രറി ഒരുക്കുന്നതിനുള്ള തുടക്കമായി ഒരു ലൈബ്രറി പുസ്തകം നൽകി എന്റെ വായനപുരയ്ക്ക് തുടക്കം കുറിച്ചു. അതോടൊപ്പം സ്കൂളിലെ എല്ലാ ക്ലാസ് മുറികളിലും ക്ലാസ് ലൈബ്രറികൾ സ്ഥാപിക്കുകയും സ്കൂൾ ലൈബ്രറിയിൽ നിന്നും കുട്ടികൾക്കായി ബാലമാസികകൾ നൽകുകയും ചെയ്തു. ജൂൺ 19 മുതൽ ജൂലൈ 18 വരെ ഒരു മാസക്കാലം വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളും മത്സരങ്ങളുമാണ് സ്കൂളിൽ കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. കോതമംഗലം മാർ ബേസൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനാചരണവും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. വായനാ വാരാചരണത്തിന്റെയും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും ശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, ഗണിത, IT ക്ലബ്ബുകളുടെയും സംയുക്ത ഉദ്ഘാടനം സാഹിത്യകാരനും നിരൂപകനും പ്രഭാഷകനുമായ ജോസ് കോനാട്ട് നിർവഹിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് ബിന്ദു വർഗീസ് അധ്യക്ഷത വഹിച്ചു. കോതമംഗലം മാർ ബേസൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനത്തിൽ വായനാ വാരാചരണത്തിന്റെയും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും ശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, ഗണിത, IT ക്ലബ്ബുകളുടെയും സംയുക്ത ഉദ്ഘാടനം സാഹിത്യകാരനും നിരൂപകനും പ്രഭാഷകനുമായ ജോസ് കോനാട്ട് നിർവഹിച്ചു. ഏതാണ്ട് അദ്ദേഹത്തെ പോലെ തന്നെയാണ് കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ അക്ഷര വെളിച്ചവും കത്തിച്ച് ഈ മനുഷ്യൻ നടന്നു. അക്ഷരത്തിന്റെ വെളിച്ചം കടന്നു ചെല്ലാത്ത നിരക്ഷര കുക്ഷികളായ ആളുകൾ താമസിക്കുന്ന മേഖലകളിൽ അദ്ദേഹം അക്ഷര വെളിച്ചം തെളിച്ചു നടന്നു. ആ മനുഷ്യന് അർത്ഥപൂർണമായ ഓർമ്മ നമ്മൾ നൽകി മലയാളികൾ. ആ ദിവസമാണിന്ന്. കേരളത്തിൽ മറ്റാർക്കും ഇതുപോലൊരു ഭാഗ്യം കിട്ടിയിട്ടില്ല. എത്രയോ പേർ ഗ്രന്ഥശാല പ്രവർത്തകരായി, എത്രയോ പേർ അക്ഷരത്തെ സ്നേഹിച്ചു. പക്ഷെ PN പണിക്കർ സാറിനാണ് ഇതിനു പറ്റിയ ഏറ്റവും വലിയ ഭാഗ്യവും സിദ്ധിച്ചയാൾ. നമ്മൾ അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനമായി അദ്ദേഹത്തെ ജൂൺ 19 ആദരിക്കുകയും അദ്ദേഹത്തോട് മലയാളികൾ നന്ദി കാണിക്കുകയും. വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും വായിച്ചു വളരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം കുട്ടികളുമായി സംവദിച്ചു. ചടങ്ങിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ബിന്ദു വർഗീസ് അധ്യക്ഷയായി. പ്രിൻസിപ്പൽ ഫാദർ PO പൗലോസ്, PTA പ്രസിഡന്റ് സനീഷ് AS, ഷാമി ചെറിയാൻ, മെറീന മത്തായി, ജോമി ജോർജ് എന്നിവർ പ്രസംഗിച്ചു. പ്രശസ്ത കവി ലൂയിസ് പീറ്ററിന്റെ കവിതാ സമാഹാരം കൊച്ചുമകൾ മെൽന ദിലീപ് വായനശാലയിലേക്ക് കൈമാറുകയുണ്ടായി. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ 2020-2024 BTech ബാച്ചുകളുടെയും 2022-2024 MBA ബാച്ചിന്റെയും മെറിറ്റ് ആൻഡ് ഫെയർവെൽ ഡേ കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. കട്ടപ്പന
DEO ഓഫീസിലെ അഴിമതികളെക്കുറിച്ച് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് KSU ഇടുക്കി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന DEO ഓഫീസ് ഉപരോധിച്ചു. ആലപ്പുഴ മധുര സംസ്ഥാന പാത കടന്നുപോകുന്ന കമ്പകക്കാനത്ത് രാത്രിയുടെ മറവിൽ ജൈവ അജൈവ മാലിന്യങ്ങൾ തള്ളുന്നത് തടയാൻ നടപടികളില്ല. ഇതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് ജേക്കബ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ണപ്പുറം പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ സമരത്തിന് ഒരുങ്ങുകയാണ്. അടിമാലി 200 ഏക്കറിന് സമീപം 3/4 ഏക്കറിൽ വെട്ടുകിളി ശല്യം രൂക്ഷമെന്ന് പരാതി. തടത്തിൽ വർഗീസിന്റെ കൃഷിയിടത്തിലാണ് വെട്ടുകിളി കൂട്ടത്തോടെ എത്തി കൃഷി നശിപ്പിക്കുന്നത്. ഉടുമ്പന്നൂർ സെന്റ് ജോർജ് ഹൈസ്കൂളിൽ PN പണിക്കർ അനുസ്മരണവും വായനാവാര ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. തൊണ്ടിക്കുഴ ഗവൺമെന്റ് LP സ്കൂളിലെ മുൻ പ്രധാനാധ്യാപകനും സാംസ്കാരിക പ്രവർത്തകനും പ്രഭാഷകനുമായ രാജൻ ചിറപ്പുറത്ത് വായനാവാരം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.